2023 ഒക്ടോബർ 7, 8 അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്രായേലി ഗവൺമെൻറ് ഐഡിയ സിറിയയിൽ ഡെമാസ്കസിനടുത്ത്, കാരണം അവർ പിടിച്ചെടുത്ത ഗോലൻ ഹൈറ്റ്സിൻ്റെ ആ ഭാഗത്ത് അവരുടെ IDFൻ്റെ ബേസ് പണിയുകയാണ്, മിലിറ്ററി ബേസ്. അതായത് എയർ ബേസും ഉണ്ട്, മിലിറ്ററി കൻ്റോൺമെൻറ്റും ഉണ്ട്. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞു ഈ സംഭവം പിടിക്കും, ഇത് കഴിഞ്ഞ് എക്സ്പാൻഷൻ നടക്കും. അതായത് വെസ്റ്റ് ബാങ്കിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ കണ്ടു, അതിനകത്ത് ക്ലീനിങ് തുടങ്ങി. അത് കഴിഞ്ഞ് മറ്റൊരു റിപ്പോർട്ട് വരുന്നു. ഇതൊക്കെ സിറിയൻ പത്രം റിപ്പോർട്ട് ചെയ്തു, അത് റെസ്പോണ്ട് ചെയ്തിട്ട് ഇസ്രായേലി പത്രങ്ങളും അത് കറക്റ്റാന്ന് റിപ്പോർട്ട് ചെയ്തു. മറ്റേത് തെക്കൻ ലെബനനിൽ അവിടെയും ഇസ്രായേൽ ഗവൺമെൻറ്, അതായത് IDF അവിടെയും ബേസ് പണിയുന്നു. അതായത് ഇവിടുന്നൊന്നും ഇനി ഇസ്രായേൽ പിന്മാറാനുള്ള പ്രശ്നമില്ല. അത് ഇസ്രായേലിൻ്റെ അനക്സേഷൻ പാർട്ടായിട്ട് മാറും. അതായത് വിശാല ഇസ്രായേലാണ്. അതായത് ഈ വെസ്റ്റ് ബാങ്ക്, ഡമാസ്കസ്, ഗോലൻ ഹൈറ്റ്സ്, അവർ ബേത്ലഹേം വരെ പിടിച്ചിരിക്കുന്നു. അത് ബേത്ലഹേം പിടിച്ചേക്കുന്ന ബേസിക്കലി അതിൻ്റെ ഉദ്ദേശം വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഗ്ലോബലായിട്ട് വാഗ്ദാനം കൊടുത്താണ് ഇനി മുതൽ ബേത്ലഹേം ജൂയിഷ് കമ്മ്യൂണിറ്റി, അതായത് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. അതിൻ്റെ ഭാഗമാണ് ബേത്ലഹേം വെസ്റ്റ് ബാങ്കിൽ പിടിച്ചത്. ഇനി മറ്റൊരു സംഭവം ഉണ്ടായത്, ഇതെല്ലാം ബിബ്ലിക്കൽ സിറ്റിയാണ് ഞാൻ ഈ പറയുന്ന ഓരോ സംഭവങ്ങൾ. അതായത് തെക്കൻ ലെബനൻ്റെ ഭാഗം അതുവരെ ഫലപുഷ്ടമായ സ്ഥലമാണ്. അവിടുന്ന് ഏകദേശം 8-9 ലക്ഷം പേരാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് പലായനം ചെയ്ത് ആ സിറ്റി പിടിച്ചിട്ട് തെക്കൻ ലെബനൻ അവിടെയും ബേസ് ഉണ്ടാക്കുന്നു. അതായത് അന്ന് ഹമാസ് കാണിച്ച ഭൂലോക മണ്ടത്തരം അതിന് സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ സുഡാപ്പികളും ഗ്ലോബൽ സുഡാപ്പികൾക്കും ഇന്ന് പിടികിട്ടി കാണും. ഞാനിത് പറഞ്ഞു, അത് വളരെ നേരത്തെ പറഞ്ഞു. ഈ വാറെന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഡെവലപ്പ് ചെയ്യാൻ പോവുക, വലുതാകാൻ പോവുകയാണ്. ഇത് നേരത്തെ ട്രംപും ഹിൻറ്റ് ചെയ്തിരുന്നു. അതിന് അവർ അവസരം ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് ഓരോന്നൊക്കെ എങ്ങനെയാണ് പോയത്. ലെബനൻ കയ്യിൽ നിന്ന് പോയി, ഹിസ്ബുള്ള ഇല്ലാതായി, ആസാദ് ഇല്ലാതായി, അതും അവരുടെ കയ്യിൽ നിന്ന് പോയി. ഈ ജൊലാൻ ഇവർ അഹമ്മദി അൽ സഹറ എന്ന് പറയുന്ന ആളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഇയാൾ അമേരിക്കൻ ചാരനാണ്. കാരണം അയാളുടെ സപ്പോർട്ടോടു കൂടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം അവർക്കൊന്നുമില്ല. സിറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു പുല്ലുമില്ലാതായി. ഒരു കാരണവശാലും എതിർക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ബേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ട്. ഇൻ കേസ് ഡമാസ്കസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ഡമാസ്കസിന് ആകെ 52 കിലോമീറ്റർ ദൂരമുള്ള അവിടെയാണ് ബേസ് പണിയുന്നത്. പക്ഷേ അതായത് ലോക നേതാക്കൾ ഇനി ഫ്ലൈറ്റിൽ ഇറങ്ങാൻ പോകുന്നത് ഡമാസ്കസിലല്ലേ. അവർ ഈ പറയുന്ന ബേസിൽ വന്നിട്ടായിരിക്കും പോകുന്നത്. കാരണം സിറിയയിൽ എന്തെങ്കിലും ഉണ്ടാ പൂർണ്ണ ഉത്തരവാദിത്തം, അതിൻ്റെ സെക്യൂരിറ്റി ചുമതല ഇത് പൂർണ്ണമായിട്ടും ഇസ്രായേലിനായിരിക്കും. അവരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് പല അമേരിക്കൻ ഉദ്യോഗസ്ഥർ വന്നിരുന്നു ഈ പുതിയ സിറിയൻ ഗവൺമെൻറ്റുമായിട്ട് താൽക്കാലിക ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കാൻ. അതേപോലെ തന്നെ മറ്റു രാജ്യത്തു നിന്നും ജർമ്മനിയിൽ നിന്ന് വന്നിരുന്നു, ഫ്രാൻസിൽ നിന്ന് വന്നിരുന്നു. ഇപ്പം നിങ്ങളുടെയൊക്കെ ധാരണ ഇവർക്കാരാണ് സെക്യൂരിറ്റിക്കാർ? കാരണം നിങ്ങൾക്കറിയാവുന്ന ഈ ജൊലാനി എന്ന് പറയുന്നത് അഹമ്മദി സഹറ എന്ന് പറയുന്ന ടെറർ നേതാവായിരുന്നു. ഇവർക്കൊക്കെ ആരാണ് ഉറപ്പ് കൊടുക്കുന്നത്? സെക്യൂരിറ്റി എങ്ങനെയാണ് നടത്തിയത്? ഇവർക്കെല്ലാം അവരുടെ സെക്യൂരിറ്റി പ്ലെയിൻ ക്ലോത്ത്സിൽ കൊടുത്തതും ഔട്ടർ റിങ് എല്ലാം കൊടുത്തതും ഈ പറയുന്ന ഇസ്രായേലി ഫോഴ്സ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി പാലസ്തീനിൽ പോയി, അതായത് PLO ലീഡറായ ഇയാളെ അബ്ബാസിനെ കാണാൻ വേണ്ടി പോയി. നിങ്ങളുടെ ധാരണ ആരാണ് ഈ റമല്ലയിൽ പോയി കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി കൊടുത്ത ആരാ? ഇസ്രായേലി ഫോഴ്സ് സെക്യൂരിറ്റി കൊടുത്തത്. അത് ആദ്യം അതിലേക്ക് തലയ്ക്കകത്തിടുക. ഇപ്പം ഈ അടുത്ത സമയത്ത് ലെബനനിൽ ഇമാനുവൽ മാക്രോൺ പോയി. നിങ്ങളുടെ ധാരണ ആരാണ് അയാൾക്ക് സെക്യൂരിറ്റി കൊടുത്തത്? കാരണം ഈ ലെബനനിൽ ഈ പറയുന്ന പോലെ പട്ടാളമൊന്നുമില്ല. ഹിസ്ബുള്ളയായിരുന്നു അവിടുത്തെ വലിയ സംഭവം. കാരണം പേരിനുള്ള പട്ടാളമേ ഉള്ളൂ. ആരാ സെക്യൂരിറ്റി കൊടുത്ത്? ഇസ്രായേലാണ് സെക്യൂരിറ്റി കൊടുത്തത്. കാരണം അവിടെ വന്നിറങ്ങിയ പോലെ പൈ ചെയ്ത് അതിൻ്റെ ചുറ്റും അവിടെ സെക്യൂരിറ്റി കൊടുത്തത് ഇസ്രായേലാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന നേഷൻ ഹെഡിന് ഈ രാജ്യങ്ങളൊക്കെ പോകാൻ പറ്റുമോ? എപ്പോഴിത് പൊട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അൺസർട്ടനിറ്റി. ഇതാണ് അതിൻ്റെ കാര്യം. കാരണം മറ്റുള്ള ലോകരാജ്യങ്ങൾക്കൊക്കെ അറിയാം അവിടെ ഇസ്രായേൽ സെക്യൂരിറ്റി കൊടുത്താൽ മാത്രമേ ഈ രാജ്യങ്ങളിലെ തലവന്മാർക്കും സിറിയയിൽ ഡമാസ്കസിലാണെങ്കിലും ബെയ്റൂട്ടിലും പോകാൻ സാധിക്കും. അതതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ അസാദ് മാറിക്കഴിയുമ്പോൾ ഇതേപോലെ ടെറർ ഗ്രൂപ്പ് വന്നു. ഉറപ്പായിട്ടും അമേരിക്കയുടെ
ഗെയിം പ്ലാനിൽ കയറി വന്നതാണ്. അതിന് അനുകൂലമായിട്ട് മാറ്റേഴ്സ് ഈ പറയുന്ന ഹമാസ് തുടക്കം കൊണ്ട് ഹിസ്ബുള്ള ഇവരൊക്കെ നശിപ്പിച്ച്. പക്ഷേ അൺസർട്ടനിറ്റിയാണ്. കാരണം ഒരു സ്റ്റേറ്റ് അല്ല, ഒരു റൂൾഡ്, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് അംഗീകരിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല. എന്ത് സംഭവിക്കാം അവിടെ? മറ്റൊരു ഗ്രൂപ്പ് അതിൻ്റെ അകത്ത് കയറി അറ്റാക്ക് ചെയ്തിട്ട് ഈ ഇത് കയറി ഏറ്റെടുക്കുക. അതിൻ്റെ പേരിലാണ് ജൊലാനിയുടെ ഗ്രൂപ്പിന് അമേരിക്കൻ സപ്പോർട്ടോടുകൂടി, ഗൈഡൻസോടുകൂടി ഈ അസാദിൻ്റെ പട്ടാളൊക്കെ അവിടെ പലയിടത്തും പല ഭാഗത്തുണ്ട് സപ്പോർട്ടേഴ്സ്. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ പോയി റെയ്ഡ് ചെയ്തിട്ട് വെപ്പൺസ് എടുക്കുവാണ്. എൻ്റെ കാര്യം അതാ. അതേപോലെ തന്നെ നിങ്ങൾ മറ്റൊരു സംഭവം അറിയണം. ഈ ലെബനനിൽ നിന്നും ഈ സിറിയയിൽ നിന്നും, അതായത് ലെബനെ ഇസ്രായേൽ കയറി അവിടെ ഈ ഹിസ്ബുള്ളയുടെ വെപ്പൺസ് മുഴുവനും എടുത്തു. ഈ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയ വെപ്പൺസ്? ഇറാൻ കൊടുത്ത വെപ്പൺസ് ഉണ്ട്, അത് റഷ്യ കൊടുത്ത വെപ്പൺസ് ഉണ്ട്. ഇപ്പം എന്തോ ഇസ്രായേൽ ചെയ്യുന്നത്? ഈ വെപ്പൺസ് അവർക്ക് വേണ്ട, അവർ നേരെ അത് ഉക്രൈനിലോട്ട് അയക്കുക, അവർക്ക് കൊടുക്കാൻ പോവുക. ഞാൻ പറയുന്നല്ലോ, റിപ്പോർട്ട് ചെയ്തിരിക്കുക. അത് മനസ്സിലാക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഇപ്പം കേരളത്തിലിരുന്ന് സുഡാപ്പികൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ ലോകത്തിൻ്റെ ഈ ഗതിക്രമം എന്ന് പറയുന്നത്. അതിൻ്റേതായ ഒരു ദിശയുണ്ട്. അത് ആരാണ് കേപ്പബിൾ എന്നുള്ള രീതി അതിന് ലോകം അംഗീകരിക്കണം. അപ്പം ആ രീതിയിലാണ് പോകുന്നത്. ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ വാറിൻ്റെ അവസാനം എങ്ങനെ ആയിരിക്കും? ഈ വീണ്ടും ട്രംപ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം ഇറാനെ തുലയ്ക്കുക എന്നുള്ള ധാരണയിലോട്ട് കയറി വരും. അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തേ മതിയാവത്തുള്ളൂ. ഈ സാധനം അവർ തന്നെ നശിപ്പിക്കണം. അത് നേരത്തെ ട്രംപ് ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഈ 2017 ഇങ്ങനെ നശിപ്പീരും പരിപാടിയൊക്കെ ഒരു സംഭവം വീണ്ടും ഈ ജർമ്മനിയെ, ഫ്രാൻസിനെ, മറ്റൊരു ഇൻസ്പെക്ടേഴ്സിനെ വെച്ചിട്ട് പിന്നെ അവിടെ റിജക്റ്റ് ചെയ്തു റൈസി. അതൊന്നും ഇനി നടക്കത്തില്ല. പൂർണ്ണമായിട്ടത് മാറ്റിയെടുക്കണം. ഇത് വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വലുതാവുകയാണ്. കാരണം അവർ പിടിച്ചെടുത്ത സ്ഥലം തിരിച്ചു കൊടുക്കാൻ അവർ തയ്യാറല്ല. കാരണം ട്രംപാണ് ഇരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങൾക്കും അറിയാം അത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അത് സേഫ് ആയിരിക്കും. അതിനേക്കാളുപരി ഈ റീജിയൻ്റെ അകത്ത് സമാധാനം ഉണ്ടാകാൻ പൂർണ്ണമായിട്ടും പര്യാപ്തം ഇസ്രായേൽ അതിൻ്റെ ബോർഡറുകളിൽ ഇരിക്കണം. കാരണം അങ്ങനെയാണ് ഇവന്മാർക്ക് പേടിയെ. അതായത് അല്ലെങ്കിൽ മത തീവ്രം അത് എപ്പോഴാണ് എങ്ങനെ മാറി ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ഇത് വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ലെബനൻ പറയുന്നു ഇസ്രായേൽ മാറണമെന്ന് പറയുമ്പോൾ അകത്ത് ഈ ലെബനീസിൻ്റെ പുതിയ പ്രസിഡന്റ് അവർ മാറുന്ന താല്പര്യമില്ല. കാരണം മാറിക്കഴിഞ്ഞ നാളെ ഹിസ്ബുള്ള വീണ്ടും കയറി അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പല എലമെൻറ്റുകൾ ഖത്തർ പോലെയുള്ള അതേപോലെയുള്ള രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റും. നാളെ ഇപ്പം ഈ പറയുന്ന മസൂദ് പശഷ്ഖാനെ മാറ്റിയിട്ട് വേറൊരുത്തരും വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മിലിഷ്യ സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ തന്നെ പശഷ്ഖാനെ ഭയങ്കര എതിർപ്പാണ് നേരിടുന്നത്. ഇപ്പോൾ ഇറാനിയൻ റഷീം, അതായത് അവിടെ ആധ്യാത്മിക റിലീജിയസ് ഷിയ റഷീം, ഇയാളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അൺസർട്ടനിറ്റി ആണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അറബ് രാജ്യങ്ങൾക്ക് പോലും ആ മേഖലയിൽ ഇസ്രായേൽ ശക്തമായിട്ട് പിടിച്ചെടുത്ത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുമുള്ള ഈ ഫർദർ എസ്കലേഷൻ ഉണ്ടാവത്തില്ല. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അന്നേ ഞാൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞ് ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇവന്മാർ പൊട്ടന്മാരാണ്, ഇവന്മാർക്ക് ഇതിനെ അറിയത്തില്ല ഇതെങ്ങനെയാണ് ചെന്ന് വീഴുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ മുഴുവനും ജിയോ പൊളിറ്റിക്സ് മാറിയിട്ട് മറ്റൊരു രീതിയിലോട്ട് പോകുന്നത്. നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാളും മറ്റൊരു തലത്തിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് രണ്ടിടത്തും ബേസ് ലെബനിൽ, തെക്കൻ ലെബനിൽ ബേസ് ഉണ്ടാക്കുന്നു. ഗോലൻ ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വെറും 50 കിലോമീറ്ററേ ഉള്ളൂ ഈ ഡമാസ്കസുമായിട്ട്. അതായത് പൂർണ്ണമായിട്ട് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായിരിക്കും പറയുന്ന സിറിയ, ലെബനൻ. അതാണ് ഭാവിയിൽ ഉണ്ടാകുന്നത്. കാത്തിരുന്ന് കാണാൻ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്.